നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറുകളൊക്കെ കഴിഞ്ഞു. അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിനെ ഒരുക്കുന്ന ഘട്ടത്തിലേക്കാണ് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ബ്രസീൽ ഈ മാസം 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നു. ഏഷ്യൻ ടീമുകൾക്കെതിരെയാണ് മത്സരങ്ങൾ. ഏഷ്യയിലെ വമ്പന്മാർക്കെതിരെയാണ്. അതായത് സൗത്ത് കൊറിയക്കെതിരെ ഒക്ടോബർ 10-നും ജപ്പാനെതിരെ ഒക്ടോബർ 14-നും അവർ കളിക്കുന്നു. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് കാർലോ അഞ്ചലോട്ടി ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചത്. ഇന്നലെ ബ്രസീലിയൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പ്രഖ്യാപനം. നമുക്ക് ഇന്ത്യൻ സമയം രാത്രി 11:30 അത്. അപ്പോൾ നമ്മൾ ആ ടീമിനെ കുറിച്ച് വിശദമായിട്ടൊരു അനാലിസിസിലേക്ക് പോവുകയാണ്. കാരണം പലതരത്തിലുള്ള കമൻറ്റുകൾ, പലതരത്തിലുള്ള എതിർപ്പുകൾ ഒക്കെ ആഞ്ചലോട്ടിയുടെ ഈ കോളപ്പിനെ കുറിച്ചുണ്ട്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടീമിനെ വിളിച്ചെടുത്തു എന്ന് ആഞ്ചലോട്ടി വിശദീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. പ്രധാനമായിട്ടും നമ്മളിവിടെ എടുക്കുന്നത് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങളും ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരുടെ അവരുടെ അനാലിസിസും മറ്റുമൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ കൂടുതൽ ബ്രസീലിയൻ ഫുട്ബോൾ അറിയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ നിരീക്ഷണങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രസീലിയൻ ഫുട്ബോളിനെ ബ്രസീലുകാരെങ്ങനെ കാണുന്നു എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണുള്ളത് നോക്കാം. സ്ക്വാഡിൽ 3 ഗോൾ കീപ്പർമാർ. ആലിസൺ ഇല്ല, പരിക്കാണല്ലോ. അപ്പം ബെൻഡോ ഉണ്ട്. അൽ നസറിൽ നിന്ന് ബെൻഡോയെ വിളിച്ചിട്ടുണ്ട്. ഫെണർബാഷയിൽ നിന്ന് എഡേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. കോറിന്ത്യൻസിൽ നിന്ന് ഹ്യൂഗോ സൗസയുണ്ട്. ഡിഫൻഡേഴ്സായിട്ട് ഇപ്പോൾ മൊണാക്കോയുടെ കായോ ഹെൻറിക്കെ, ഇൻ്റർനാസിയോണലിൻ്റെ കാർലോസ് അഗസ്റ്റോ, അതായത് ഇൻ്റർ മിലാൻ്റെ കാർലോസ് അഗസ്റ്റോ, പിന്നെ സെനിത്തിൻ്റെ ഡഗ്ലസ് സാൻഡോസ്, റയൽ മാഡ്രിഡിൻ്റെ എദർ മിലിറ്റാവോ, ക്രുസൈറോയുടെ ഫെബ്രിസിയോ ബ്രൂണോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മാഗല്ലസ്, PSG-യുടെ ബെറാൽഡോ, മൊണാക്കോയുടെ വാൻഡേഴ്സൺ, റോമയുടെ വെസ്ലി. ഇതാണ് ഡിഫൻഡർമാരായിട്ട് സ്ക്വാഡിലുള്ളത്. ഇനി മധ്യനിരയിലേക്ക് വോൾവർഹാംപ്റ്റൻ്റെ ആൻഡ്രയെ വിളിച്ചിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുയിമേറസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസെമിറോ, വോൾവർഹാംപ്റ്റൻ്റെ ജാവോ ഗോമസ്, ന്യൂകാസിലിൻ്റെ ജോയലിൻറ്റൺ, വെസ്റ്റാമിൻ്റെ ലൂക്കാസ് പക്വേറ്റ. മുന്നേറ്റത്തിലേക്ക് ചെൽസിയുടെ എസ്റ്റവായോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മാർട്ടിനെല്ലി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഇഗോർ ഹീസസ്, സെനിറ്റിൻ്റെ ലൂയിസ് എൻറിക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ, ടോട്ടനാമിൻ്റെ റിച്ചാലീസൺ, റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ, അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ. ഇതാണ് കാർലോ അഞ്ചലോട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പല ചോദ്യങ്ങൾ പലരും ഉയർത്തുന്നുണ്ട്. പിന്നെ ആദ്യമേ പറയട്ടെ, ബ്രസീലിയൻ ലീഗിൽ നിന്ന് 2 കളിക്കാരെ വിളിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഈ സ്ക്വാഡ് ബാലൻസ്ഡ് അല്ല. ഈ സ്ക്വാഡ് ഇതല്ല, ബ്രസീലിൽ നിന്ന് എടുക്കാവുന്ന ഏറ്റവും മികച്ച സ്ക്വാഡ് ഇതല്ല എന്നൊക്കെ വിമർശനങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണം കൂടി നോക്കണം. കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഡെഫിനിറ്റീവ് ലിസ്റ്റ് അല്ല, ഇതല്ല ഞാൻ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന ടീം. തീർച്ചയായിട്ടും ഇതിന് ചില കാരണങ്ങളുണ്ട്. മത്സരം നടക്കുന്നത് ഏഷ്യയിലാണ്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലുള്ള താരങ്ങളെയാണ് കൂടുതലായിട്ട് ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളെയാണ് കൂടുതലായിട്ട് ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിസ് ഈസ് ഇൻ എ ഡെഫിനിറ്റീവ് ലിസ്റ്റ് ടുഡേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ ഏറ്റവും ഡെഫിനിറ്റീവായിട്ടുള്ളൊരു ലിസ്റ്റൊന്നുമല്ല. മാത്രമല്ല, ഇനിയിപ്പോൾ താരങ്ങളിൽ മാറ്റവും ഉണ്ടാകാം, പരിക്കൊക്കെ വരാം. ഇനിയിപ്പോൾ കളി വരുമ്പോഴേക്കും പരിക്കുകൾ വരാം. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരമുണ്ട്. ഇന്നലെ രാത്രിയാണല്ലോ പ്രഖ്യാപനം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് നമുക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരമുണ്ട്, പിന്നെ അടുത്ത വീക്കെൻഡിൽ മത്സരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊരു ഡെഫിനിറ്റീവ് ലിസ്റ്റായിട്ട് കാണേണ്ടതില്ല. പിന്നെ യൂറോപ്യൻ പ്ലെയേഴ്സിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് കൊടുത്തത്. അതിൻ്റെ കാരണം കുറഞ്ഞ സമയം അവർക്ക് ട്രാവൽ ചെയ്താൽ മതി. ബ്രസീലിൽ കളിക്കുന്നവർക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ സമയം മതി. ആ ഒരു ടൈം സോൺ ഡിഫറൻസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സോ പിന്നെ ഞാൻ കുറച്ച് താരങ്ങളെ പുതുതായിട്ട് ഞാൻ കോളപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ആദ്യത്തെ കോളപ്പുകളിൽ ഉണ്ടാവാത്ത ചില താരങ്ങളെ
വിളിച്ചിട്ടുണ്ട്. അതിനും ചില കാരണങ്ങളുണ്ട്. എനിക്ക് ആ താരങ്ങളെ ഒന്ന് കൃത്യമായിട്ട് അടുത്തറിയാനും പറ്റും. അതുപോലെ തന്നെ ചില താരങ്ങൾക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചിലരെയൊക്കെ വിളിക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലഭ്യമാവുന്ന അവസരങ്ങൾ പുതുതായിട്ട് വരുന്ന താരങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കൂടി വേണം നമ്മൾ കാണാൻ. ഇപ്പോൾ ബ്രസീലിൽ നിന്ന് 2 താരങ്ങളല്ലേ ഉള്ളൂ വിളിച്ചുള്ളൂ, അതിനേക്കാൾ മികച്ച താരങ്ങൾ ബ്രസീലിയൻ ഫുട്ബോളിലില്ലേ, എന്തുകൊണ്ട് അവരെ എടുത്തില്ല, കായോ ഹോർഗെ എവിടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. അതിൻ്റെ കാരണമാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങളെ അധികമായിട്ട് എടുത്തിട്ടില്ല. ഓൺലി 2 പ്ലെയേഴ്സ്, ഒരാൾ ഫബ്രീസിയോ ബ്രൂണോ, ഒരാൾ ഹ്യൂഗോ സൗസ. അപ്പോൾ ചോദ്യം എന്തിനാ പിന്നെ ഫബ്രീസിയോ ബ്രൂണോയെ എടുത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും. കാരണം ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിന് ഫബ്രീസിയോ ബ്രൂണോയെ എടുത്ത് എന്നുള്ള ചോദ്യം വരും. അതിനും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. എന്തുകൊണ്ട് ഫബ്രീസിയോ ബ്രൂണോയെ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു മികച്ച ഡിഫൻഡർ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. മാർക്കിഞ്ഞോസിന് പരിക്കാണ്. മാർക്കിഞ്ഞോസിന് പരിക്കാവുമ്പോൾ മികച്ചൊരു ഡിഫൻഡർ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത്തരത്തിൽ ഫബ്രീസിയോ ബ്രൂണോയിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനങ്ങൾ മികച്ചതായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫബ്രീസിയോ ബ്രൂണോയെ ഇൻക്ലൂഡ് ചെയ്തത് മാർക്കിഞ്ഞോസിന് ഇഞ്ചുറി ആയതുകൊണ്ടാണ്. പോസിബിളി ബ്രമർക്ക് വരാമായിരുന്നു, പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു ഡിഫൻഡർ വേണം. ബൊളീവിയക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അദ്ദേഹം നന്നായി കളിച്ചിട്ടുണ്ട്. സോ ഇത് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് ആവട്ടെ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. പിന്നെ ഹ്യൂഗോ സൗസയുടെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്, ഹ്യൂഗോ സൗസയെ ടെസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഹ്യൂഗോ സൗസക്ക് വെറുതെ കൊണ്ടുപോവുകയല്ല, ഹ്യൂഗോ സൗസയെ 2ാമത്തെ മത്സരത്തിൽ കളിപ്പിക്കുമെന്നാണ് കോച്ച് ഇന്നലെ പറഞ്ഞത്. ബ്രസീലിൽ നിന്നുള്ള മറ്റൊരു കളിക്കാരനാണ് ഹ്യൂഗോ സൗസ. അതായത് ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് ഹ്യൂഗോ സൗസയെ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെ കോച്ച് പറയുന്നുണ്ട്. ആലിസണ് പരിക്കാണ്, ആലിസൺ ഇല്ല. എഡേഴ്സിനെ ആദ്യ കളി കളിപ്പിക്കും, 2ാമത്തെ കളിയിൽ ഹ്യൂഗോ സൗസയെ കളിപ്പിക്കാനാണ് താൻ പ്ലാൻ ഇടുന്നത് എന്നുകൂടി കോച്ച് പറയുമ്പോൾ അവിടെയും കാര്യം വളരെ വ്യക്തമാവുകയാണ്. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ടല്ലോ. അതായത് എന്തുകൊണ്ട് റോഡ്രിഗോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് റോഡ്രിഗോ ഇപ്പം റയൽ മാഡ്രിഡിൽ സ്റ്റാർട്ടറല്ല, അദ്ദേഹത്തെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യിക്കാറില്ല. ബെഞ്ചിലിരിക്കുന്നത് ഒരു താരത്തെ എന്തിന് ടീമിലേക്ക് എടുത്തു? ജാവോ ഗോമസിനെ എന്തിന് ടീമിലെടുത്തു? 3 ലെഫ്റ്റ് ബാക്കുമാർ എന്തിന് ടീമിലുണ്ട്? ഇതിനേക്കാൾ ബെസ്റ്റ് താരങ്ങൾ ടീമിലേക്ക് എടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ റോഡ്രിഗോയുടെ കാര്യത്തിലും ജാവോ ഗോമസിൻ്റെ കാര്യത്തിലുമൊക്കെ കോച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദം നിരത്തുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ കേൾക്കാതെ പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അദ്ദേഹം പറയുന്നത് റോഡ്രിഗോയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും റോഡ്രിഗോ ഒരു മികച്ച പ്ലെയറാണ്, എനിക്ക് റോഡ്രിഗോയെ നന്നായിട്ടറിയാം. അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ട് റോഡ്രിഗോ ഈസ് ഡൂയിങ് വെരി വെൽ. ശരിയാണ്, അദ്ദേഹത്തിന് അധികം പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ഇവിടെ ടീമിലേക്ക് വരുമ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരാളാണ് എന്നത് മറക്കരുത്. ഹീ ഈസ് ഡൂയിങ് വെൽ. അവന് ഫിസിക്കലി അവൻ ഗുഡ് കണ്ടീഷനിലാണുള്ളത്. ഇവിടെ നമ്മൾ ടീമിലേക്ക് എടുത്ത മറ്റെല്ലാ കളിക്കാരെ പോലെയും ഫിസിക്കലി അവൻ ഗുഡ് കണ്ടീഷനിലാണുള്ളത്. അവൻ വളരെ മോട്ടിവേറ്റഡ് ആണ് ഇവിടെ എത്തുന്നതിൽ. വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, ടീമിന് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, മികച്ച ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളാണ്. സോ അറ്റാക്കിൽ ഏത് പൊസിഷനിലും അവന് കളിക്കാനും പറ്റും. സോ ഒരു ഹ്യൂജ് ഹെൽപ്പാണ് അവൻ ടീമിലേക്ക് വരുന്നത്. ഇതാണ് കോച്ചിൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്കറിയാമല്ലോ റാഫിഞ്ഞയുടെ കാര്യത്തിലൊക്കെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുറത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടീമിലേക്ക് വിളിക്കാതിരുന്നത് മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ റിബൈറോ, ആൻഡ്രി സാൻഡോസ്, ആലിസണ്, ഇവരെല്ലാവരും പരിക്കിൻ്റെ പിടിയിൽപ്പെട്ടതുകൊണ്ടാണ് ടീമിലേക്ക് എടുക്കാത്തത് എന്ന് തന്നെ കോച്ച് വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെയുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ട് ജാവോ ഗോമസ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടിയുണ്ട്. ജാവോ ഗോമസിനെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, താരങ്ങളെ കൊണ്ടുവരുന്നത്, നമ്മൾ ടീമിലെടുക്കുന്നത് ഒക്കെ 2 തരത്തിൽ ടെസ്റ്റ് ചെയ്യാനാണ്. അവരുടെ ടെക്നിക്കൽ എബിലിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ടീമിൽ അവരെങ്ങനെ മിങ്കിൾ ചെയ്ത് പോകും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ നെയ്മർ എടുക്കാത്തതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം നെയ്മർ ജൂനിയർക്ക്
ഇനി ടെക്നിക്കലി ഒരു ടെസ്റ്റ് നമ്മൾ നടത്തി നെയ്മർ എങ്ങനെയുള്ള കളിക്കാരനാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. മാത്രമല്ല ടീമിൽ അദ്ദേഹം എങ്ങനെ മിങ്കിൾ ചെയ്തു പോകുമെന്ന ചോദ്യത്തിന് തന്നെ ആവശ്യമില്ല. എല്ലാ താരങ്ങളും നെയ്മറെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ജാവോ ഗോമസിൻ്റെ കാര്യത്തിൽ പറയുന്നു. എനിക്ക് ജാവോ ഗോമസിനെ പേഴ്സണലി അറിയില്ല, ആന്ദ്രേ പോലെ തന്നെ രണ്ടുപേരെയും എനിക്കറിയില്ല. സോ എനിക്ക് അവരെ മീറ്റ് ചെയ്യണം. കാരണം ഒരുപാട് ഓപ്ഷൻസ് വേൾഡ് കപ്പിന് മുമ്പ് പല പൊസിഷനുകളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പ്ലേയേഴ്സിനെയും ഞാൻ ടീമിലേക്ക് എടുക്കുന്നത്. അവർ നല്ല രൂപത്തിൽ പ്രീമിയർ ലീഗിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോച്ചിന് ആ കാര്യത്തിൽ വിശദീകരണം നൽകാനുള്ളത്. പിന്നെ എന്തുകൊണ്ട് റിച്ചാർലിസൺ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കാർലോ അഞ്ചലോട്ടി അദ്ദേഹത്തിന് പരിചയമുള്ള താരങ്ങളെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തി അവരുടെ ചുറ്റും ഒരു ടീം ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളത് നേരത്തെയും വളരെ വ്യക്തമായതാണല്ലോ. അതിനൊരു തുടർച്ചയായിട്ട് വേണം നമുക്കൊരു പക്ഷേ അത് കാണാൻ. അതോടൊപ്പം തന്നെ ഇപ്പം യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ചില ബ്രസീലിൽ കളിക്കുന്ന കായോ ഹോർഗെയൊക്കെ പോലെയുള്ള താരങ്ങൾ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡെഫിനിറ്റീവ് ലിസ്റ്റല്ല. വരും മത്സരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സുവ്യക്തവുമാണ്. ഇനി നമ്മൾ വിശദമായിട്ട് ഈ സ്ക്വാഡിൽ ഏതൊക്കെ പൊസിഷനുകളിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗോൾ കീപ്പർമാരായിട്ട് എഡേഴ്സണും ബെൻഡോയും ഹ്യൂഗോ സൗസയുമാണ്. ഇതിൽ ആരൊക്കെ കളിപ്പിക്കും എന്തൊക്കെ കളിപ്പിക്കും എന്ന് കോച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഡിഫൻസിൽ ഇപ്പോൾ എദർ മിലിറ്റാവോയെ കൊണ്ടുവരുന്നു. എദർ മിലിറ്റാവോ ടീമിന് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെ കോച്ച് വിശ്വസിക്കുന്നു. കാരണം കോച്ച് നന്നായിട്ട് അറിയാവുന്ന കളിക്കാരനാണ്. മാർക്കിഞ്ഞോസ് ഇല്ല നോക്കണം. അപ്പോൾ എദർ മിലിറ്റാവോ ഉണ്ട്, ഗബ്രിയൽ മെഗല്ലസ് ഉണ്ട്. ഒപ്പം തന്നെ ലൂക്കാസ് ബെറാൾഡോയെ ടീമിലേക്ക് വിളിച്ചിരിക്കുന്നു. ഫബ്രീസിയോ ബ്രൂണോയെ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. സോ മിക്കവാറും ഗബ്രിയൽ മെഗല്ലസും എദർ മിലിറ്റാവോയും ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്കുമാരായിട്ട് കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇടത് പാർശ്വത്തിൽ 3 വിങ് ബാക്കുമാരെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാർലോസ് അഗസ്റ്റോ ഉണ്ട്, ഡഗ്ലസ് സാൻഡോസ് ഉണ്ട്, കായോ ഹെൻറിക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെ കളിപ്പിക്കുന്നുള്ളതാണ്. ഡഗ്ലസ് സാൻഡോസിന് ഫസ്റ്റ് ചാൻസ് കിട്ടാനാണ് സാധ്യത. അതേസമയം വലത് പാർശ്വത്തിലാണെങ്കിൽ വെസ്ലിയും വാൻഡേഴ്സണുമാണ്. വെസ്ലിക്ക് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചോയ്സായിട്ട് സാധ്യത കാണുന്നത്. മധുരയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കാസമിറോയെ വിട്ടൊരു കളി ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നില്ല. കോച്ചിന് അത്രയും ഇഷ്ടമുള്ള അത്ര നന്നായിട്ട് അറിയാവുന്ന ഒരു കളിക്കാരനാണല്ലോ. സോ കാസമിറോ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ആൻഡ്രയും ഉണ്ടാകും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബ്രൂണോ ഗുയിമാറസും ജോലിൻ്റനും ജാവോ ഗോമസും മധുരയിലേക്കുണ്ട്. അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂക്കാസ് പക്കേറ്റയെ ഒരു നമ്പർ 10 റോളിലൊക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ ഇരു പാർശ്വങ്ങളിലായിട്ട് മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് വിങ്ങർമാരായിട്ട് വിനി ജൂനിയർ ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, ഗബ്രിയൽ മാർട്ടിനെല്ലി ഉണ്ട് ഇടത് പാർശ്വത്തിൽ. വലത് പാർശ്വത്തിൽ എസ്റ്റവായും ലൂയിസ് എൻറിക്കയും ഉണ്ട്. ഇനി മുന്നേറ്റങ്ങളിൽ നയിക്കാനാണെങ്കിൽ മാത്യൂസ് കുഞ്ഞ, റിച്ചാർലിസൺ, ഇഗോർ ഹീസസ് എന്നിവരുണ്ട്. ഇഗോർ ഹീസസിൻ്റെ ക്വാളിറ്റിയുള്ളൊരു താരത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ടീമിൽ ആവശ്യമാണ് എന്ന് തന്നെ കോച്ച് പറയുന്നതും നമ്മൾ കേട്ടു. സോ അപ്പോൾ ഇതാണ് ബ്രസീൽ ടീം. ഒരു സംശയം വേണ്ട, ഇത് ബ്രസീലിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ടീമാണ് എന്ന അഭിപ്രായം എനിക്കില്ല, അത് കോച്ചിനുമില്ല. ആ നമ്മൾ നോക്കേണ്ടത് കോച്ചിനുമില്ല. കോച്ച് പക്ഷേ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിലൊക്കെ അനുസരിച്ച് ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സ്ക്വാഡ് എടുത്തിട്ടുള്ളത്. എന്തായാലും മോശം സ്ക്വാഡാണെന്ന് ആർക്കും അഭിപ്രായമുണ്ടാവില്ല. കളിക്കളത്തിൽ മികച്ച പ്രകടനം അവർക്ക് നടത്താൻ കഴിയട്ടെ. നിങ്ങളുടെ അഭിപ്രായം ഈ സ്ക്വാഡിനെ കുറിച്ചുള്ള കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.